തണുപ്പ് കാലാവസ്ഥയാണെങ്കിലും നമുക്ക് നല്ല അടിപൊളിയായിട്ട് ആപ്പം ഉണ്ടാക്കാം. ആപ്പം ഉണ്ടാക്കുന്നതിൻ്റെ തലേന്നായിട്ട് ഒരു ഉച്ച സമയമാണ്. ആ സമയത്ത് നമ്മൾ അരി കുതിർക്കാനായിട്ട് വെക്കണം. അതിന് മുന്നേ ഞാനിപ്പോൾ ഇവിടെ ഡ്രൈ ഈസ്റ്റ് ആണ് എടുത്തിട്ടുള്ളത്. ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ആണ്. അപ്പോൾ ഇത് കുറച്ച് ചൂടുവെള്ളത്തിൽ നമ്മൾ ഒരു സ്പൂൺ മിക്സ് ചെയ്ത് ഒന്ന് കുതിർക്കാനായിട്ട് വെക്കും. അപ്പോൾ തന്നെ അതിൻ്റെ കളറൊക്കെ ഒന്നൊരു ലൈറ്റ് യെല്ലോ ഷെയ്ഡായിട്ട് മാറും. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണെങ്കിൽ അങ്ങനെയും ചേർക്കാം. പക്ഷെ അത് മാവ് കലക്കിയതിന് ശേഷം മാത്രം നമുക്ക് ചേർത്താലും മതിയാവും. അപ്പത്തിന് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഒരു കപ്പ് പച്ചരി നല്ല വെള്ളത്തിൽ ഒരു 3 to 4 ടൈംസ് വാഷ് ചെയ്ത് കുതിർക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. അരി കുതിർക്കാൻ വെക്കുന്ന സമയത്ത് തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈസ്റ്റ് ഇതിലേക്കൊന്ന് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇതൊരു 6 to 8 hours വരെ നമുക്ക് ഇങ്ങനെ ഒന്ന് കുതിർക്കാനായിട്ട് വെക്കേണ്ടി വരും. അപ്പോൾ ഒരു 8 hours കഴിഞ്ഞിട്ടുണ്ട്. ഇനി അരയ്ക്കാനായിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് അരി മാറ്റാണ്. അപ്പം നമ്മൾ കുതിർക്കാൻ വെച്ച വെള്ളത്തിൽ തന്നെയാണ് അരച്ചെടുക്കുന്നത്. അപ്പം കുറേ അധികം ഇപ്പോൾ 2 കപ്പൊക്കെ അരി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ 2 ട്രിപ്പായിട്ട് അരച്ച് എടുക്കാം. നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇനി ആ ജാറിലേക്ക് നമ്മൾ നേരത്തെ അരി അളന്ന ഗ്ലാസ്സിൽ എത്രയാണോ നമ്മൾ അരി എടുക്കുന്നത് അതിൻ്റെ നേർപകുതി, ഞാനിപ്പോൾ 1 ഗ്ലാസ് എടുത്തതുകൊണ്ട് 1/2 ഗ്ലാസ്സാണ് ചോറിടുന്നത്. അത്രയും ചോറിട്ട് കൊടുത്തു. 1/2 ഗ്ലാസ്സിനേക്കാൾ കൂടുതൽ ഇപ്പോൾ ഒരു 1/4 കപ്പ് എന്നൊക്കെ പറയുന്ന പോലെ നാളികേരം അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ഞാനിപ്പോൾ നേരത്തെ അരി കുതിർത്ത വെള്ളം കുറച്ചും കൂടി ബാക്കിയുണ്ട്, അതും കൂടി ഒഴിച്ചിട്ട് നന്നായി ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുക്കുകയാണ്. ഈ അരച്ച് വെച്ചത് നമ്മൾ നേരത്തെ അരി അരച്ച് വെച്ചതിലേക്ക് നന്നായി ഒഴിച്ച് മിക്സ് ചെയ്യാം. ആവശ്യത്തിന് നമുക്ക് ഉപ്പും കൂടി ഇടാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. അങ്ങനെ രാവിലെ ഒരു 8:30 ആയപ്പോഴേക്കും മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരി കുതിർക്കാൻ ഇടുമ്പോൾ തന്നെ ഈസ്റ്റ് ഇടാനായിട്ട് ശ്രദ്ധിക്കുക. അതും ഡ്രൈ ഈസ്റ്റാണ് കുറച്ചുകൂടി നമുക്ക് ആ ഒരു ടേസ്റ്റ് വരുന്നത്. അപ്പച്ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പച്ചട്ടി ഓവറായിട്ട് ചൂടാവാതിരിക്കാൻ ശ്രമിക്കുക. ഒരു മീഡിയം ചൂടിൽ നമ്മൾ ഒരു 1.5 തവിയൊക്കെ ഒഴിച്ച് കൊടുക്കുക. ഇത് നന്നായി ചുറ്റിക്കുക. അങ്ങനെ കുത്തുകുത്തുകൾ കാണാൻ തുടങ്ങുമ്പോൾ നമ്മളത് ക്ലോസ് ചെയ്ത് വെക്കുക. ഒരു 2 മിനിറ്റിന് ശേഷം ഓപ്പൺ ചെയ്യുക. അപ്പം നല്ല മൊരിഞ്ഞ സോഫ്റ്റ് ആയിട്ടുള്ള ആപ്പം റെഡി ആയിട്ടുണ്ടാവും. നമുക്ക് ഇഷ്ടപ്പെട്ട എന്ത് കറിയുടെ ഒപ്പം വേണമെങ്കിലും കഴിക്കാം. അങ്ങനെ സ്വാദിഷ്ടമായ അപ്പം റെഡി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്